പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12-ാം മാസത്തിൻ്റെ 28-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ദാസിദാസന്മാരെ, ഈ ആണ്ടിൻ്റെ അവസാനത്തെ വിശുദ്ധ ആരാധനയുടെ പ്രഭാതത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആണ്ടിൻ്റെ ആരംഭ വിശുദ്ധ ആരാധന ആരാധിച്ച ദൈവക്കുഞ്ഞുങ്ങൾ ഈ ആണ്ടിൻ്റെ അവസാനത്തെ വിശുദ്ധ ആരാധനയും ആരാധിപ്പാൻ, വിശുദ്ധ പ്രഭാതം കാണുവാനും സ്വർഗം ആയുസ്സും ആരോഗ്യം തന്നല്ലോ. നമ്മേക്കാൾ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും സകല യോഗ്യതയും നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും ഈ ലോകത്തു നിന്ന് അനേകർ മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ നീതി പ്രവർത്തി കൊണ്ടല്ല, നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കരുതിയത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവകരുണയാണ്. ആ ദൈവകരുണയിൽ ഇന്ന് പ്രഭാതം ഒരിക്കൽ കൂടെ നമുക്ക് ആശ്രയിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൽ പറയുന്നു, നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ രഹസ്യമായും മറ്റുള്ളവർ കേൾക്കെ പരസ്യമായും ഉടമ്പടി ചെയ്യുന്നവരാണ്, സത്യം ചെയ്യുന്നവരാണ്. ചിലപ്പോൾ മനുഷ്യർ മനുഷ്യനോടും ഉടമ്പടി ചെയ്യുന്നവരാണ്. നാം ദൈവത്തോടോ മനുഷ്യനോടോ ഉടമ്പടി അല്ലെങ്കിൽ സത്യം ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അത് നിവർത്തിക്കുവാൻ, അത് പാലിക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. ദൈവാലോചന പ്രകാരം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരവും പെട്ടകവും ഉണ്ടാക്കി. മരുഭൂമി യാത്രയിൽ ഉടനീളം അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ അത് നിലനിർത്തി വന്നു. എന്നാൽ കനാൻ നാട്ടിൽ പ്രവേശിച്ച ജനം പെട്ടകത്തിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. കനാൻ നാട്ടിലെ സുഖസമൃദ്ധി കാരണം ജനം പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്തതിനാൽ ദൈവം പലപ്പോഴും അവരെ ശിക്ഷിച്ചു. നാം ആരോടായാലും ഉടമ്പടികൾ ലംഘിച്ചാൽ കുറ്റക്കാരായി തീരും. ശിക്ഷാ യോഗ്യരായി തീർന്നിട്ട് നമ്മുടെ പ്രാഗൽഭ്യവും നഷ്ടപ്പെടുകയും ചെയ്യും. ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടികൾ ഇന്നും ദൈവം ഒരിക്കലും പിന്മാറിയിട്ടില്ല. അബ്രഹാമിനോട് ചെയ്തതും ഇസഹാക്കിനോട് ചെയ്തതും യാക്കോബിനോട് ചെയ്തതും തലമുറയായി ദൈവം ചെയ്ത ഓരോ ഉടമ്പടിയും വാഗ്ദത്തങ്ങളും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭോഷ്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല. ആകയാൽ പ്രിയ ദൈവവൈതലേ, സത്യത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ ദൈവസേനയിൽ നിലനിൽക്കുവാൻ യോഗ്യതയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഓരോ ആണ്ടിൻ്റെ അവസാന രാത്രി നാം ദൈവസന്നിധിയിൽ പറയാറുണ്ട്, കർത്താവേ, ഈ ആണ്ട് ഞാൻ ആരാധിച്ചതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും ആരാധനക്കുറവ്, പ്രാർത്ഥനാക്കുറവുകൾ അടുത്ത ആണ്ടിലേക്ക് ഉണ്ടാകാതിരിക്കാൻ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉടമ്പടി പറയുന്നവർ അടുത്ത ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രയോ ആരാധന മുടക്കുകയും പ്രാർത്ഥനകൾ മുടക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്നു. ഇടപ്രഭുവായ ഹേരോദാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ തനിക്ക് ഭാര്യയായി എടുത്തത് നിമിത്തം യോഹന്നാൻ സ്നാപകൻ അവനെ ശാസിച്ചു. അത് നിമിത്തം യോഹന്നാൻ തടവിലായി. ഒരു നാൾ ഹേരോദാവിൻ്റെ ജന്മദിനത്തിൽ ഹേരോദിനിയുടെ മകൾ ശലോമി നൃത്തം ചെയ്ത് രാജാവിനെയും സദസ്സിനെയും സന്തോഷിപ്പിച്ചു. നൃത്തത്തിൽ തൃപ്തനായ രാജാവ് അവളുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കാമെന്ന് ബഹുമാന്യ സദസ്സിൻ്റെ മുമ്പിൽ അവളോട് സത്യം ചെയ്തു. എന്നാൽ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ യോഹന്നാൻ സ്നാപകന്റെ താലത്തിൽ ആവശ്യപ്പെട്ടു. വേണമെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമി അവൾക്ക് ചോദിക്കാമായിരുന്നു, പൊന്നും വെള്ളിയും ചോദിക്കാമായിരുന്നു, ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ചോദിക്കാമായിരുന്നു.
വീടുകൾ ചോദിക്കാമായിരുന്നു, വാഹനങ്ങൾ ചോദിക്കാം, എന്തു വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അവൾ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ ആവശ്യപ്പെട്ടു. അമ്മയുടെ പാപത്തെ ഉണർത്തിച്ചത് കൊണ്ട് അമ്മയുടെ ആ ചിന്തയാണ് അവളെ അങ്ങനെ പ്രേരിപ്പിക്കുവാനിടയായത്. രാജാവ് വളരെ ദുഃഖിതനായി. എങ്കിലും സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ചു അവളോട് ആ സത്യം ചെയ്ത് നിഷേധിപ്പാൻ മനസ്സില്ലാഞ്ഞ് രാജാവ് അകമ്പടിയെ അയച്ചു അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ പോയി യോഹന്നാന്റെ തല ഛേദിച്ചു ഒരു തളികയിൽ കൊണ്ടുകൊടുത്തു. മറ്റുള്ളവരോട് ചെയ്ത സത്യം കൃത്യമായി പാലിച്ചവരാണ് ദാവീദ് രാജാവ്. ദൈവജനം സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും ആരോടും സത്യം മറച്ചു വെക്കരുത്. ചില സന്ദർഭങ്ങളിൽ യാതൊന്നും പറയാതെ മൗനമായിരിക്കുന്നതും നന്നായിരിക്കും. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല യാക്കോബ് ബേഥേലിൽ ആലയം പണിയാമെന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദശാംശം കൊടുക്കാമെന്നും തീരുമാനിച്ചത്. എന്നാൽ കാലങ്ങൾ പലതും കടന്നുപോയപ്പോൾ യാക്കോബ് ആ സത്യത്തെ മറന്നുപോയി. താൻ ബേഥേലിലേക്ക് പോകാതെ മറ്റു വഴിക്ക് തിരിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനോട് അവൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും യാക്കോബ് ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. അത് തനിക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അത് മാത്രമല്ല, യാക്കോബ് എന്ന പേര് മാറി ഇസ്രായേൽ എന്ന ഒരു വലിയ ജാതിയാക്കി അവൻ ദൈവം തന്നെ മാറ്റുവാനിടയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഘട്ടം സഹിക്കേണ്ടി വന്നാലും ദൈവത്തോടും മനുഷ്യനോടും ചെയ്തിട്ടുള്ള സത്യം നിവർത്തിക്കാം. ഹലോ, നാം കഴിഞ്ഞ സ്തോത്രം ആണ്ടുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ചില ഉടമ്പടികൾ, നമ്മുടെ തീരുമാനങ്ങൾ, സ്തോത്രം, നേർച്ച, കാഴ്ച, ഇതൊക്കെ നാം നിവർത്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഇനിയും അവസരമുണ്ട്. അടുത്ത ആണ്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉടമ്പടികളെ നിവർത്തിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് പ്രവേശിക്കാം. വചനം പറയുന്നു, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം സത്യത്തിൽ നിലനിർത്തട്ടെ. കാരണം നമ്മുടെ കർത്താവിൻ്റെ പേര് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തിയ നമ്മുടെ അരിമനാഥൻ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ നാമും നമ്മുടെ ജീവിതവും സത്യത്തിൽ നിലനിൽക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയും. നാഥ, ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അനേക പ്രിയപ്പെട്ടവർ കർത്താവെ പലതും പറഞ്ഞിട്ട് പറഞ്ഞില്ലെന്ന് കർത്താവെ സ്തോത്രം, പറയേണ്ടത് പറയാതെയും സ്തോത്രം ഹല്ലേലൂയ പറയാതെ ഇരിക്കേണ്ടത് പറഞ്ഞും സത്യത്തെ ലംഘിച്ചും കർത്താവെ അനേകർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല നാഥനെ സ്തോത്രം ദൈവ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും ഉടമ്പടികളെ ലംഘിക്കുവാൻ ഇടവരാതെ നിവർത്തിപ്പാൻ ഏത് സത്യത്തെയും അത് നിവർത്തിച്ച് ദൈവസനിൽ ബലത്തോടുകൂടെ കൃപയോടുകൂടെ കരുണയോടുകൂടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കർത്താവ് ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഏതെല്ലാം ഭാരങ്ങളോടുകൂടെ ഏതെല്ലാം വിഷയങ്ങൾ തലമുറകളുടെ മാനസാന്തരത്തിന് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്. കർത്താവേ, അവരോടെല്ലാം ദൈവം ഇടപെടണം. ഈ ദിവസങ്ങളിൽ സ്തോത്രം യൗവനക്കാർക്കൊരു മാനസാന്തരം കൊടുക്കണം. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. ദൈവസഭയ്ക്കകത്ത് കർത്താവെ ഭിന്നതകൾ കൊണ്ടിടുന്ന വ്യക്തികളോട് ദൈവം ഇടപെടണം. ദൈവസഭയിൽ സമാധാനം സ്തോത്രം കർത്താവ് പകരണം. ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.